ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ഡോഗ് എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ഇന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, വൈ വാസ് വാസ്തി സാഡ്? വാസ്തി എന്തുകൊണ്ടാണ് സാഡായത്? വാസ്തി വാസ് സാഡ് ബിക്കോസ് ഷീ ബിലീവ് ഷീ കുഡിൻറ്റ് ഡ്രോ ആൻഡ് ഫെൽറ്റ് ഇൻഡിക്വേറ്റ് ഇൻ ആർട്ട് ക്ലാസ്. വാസ്തി കരുതിയിരുന്നത് വാസ്തിക്ക് വരക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ആർട്ട് ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ടീച്ചർ ആസ്ക് വാസ്തി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? വാസ്തി ഒരു ഡോട്ട് വരച്ചതിന് ശേഷം വാസ്തിയോട് ടീച്ചർ എന്താ പറഞ്ഞേ? ആഫ്റ്റർ വാസ്തി ഡ്രോ ദ ഡോട്ട്, ഹെർ ടീച്ചർ ആസ്ക് ഹെർ ടു സൈൻ ഹെർ നെയിം ഓൺ ദ ഡ്രോയിങ്. വരച്ചതിന് ശേഷം അതിൻ്റെ താഴെ നെയിം എഴുതി സൈൻ ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞതല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വാസ്തി ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? വാസ്തിയുടെ പിക്ചർ ടീച്ചർ എന്താ ചെയ്തേ? ദ ടീച്ചർ ഫ്രെയിംഡ് വാസ്തീസ് പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് അബവ് ഹെർ ഡെസ്ക്. ടീച്ചർ അത് ഫ്രെയിം ചെയ്ത് ഡെസ്കിൻ്റെ മുകളിലായി തൂക്കിയിട്ടു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വാസ്തി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? കുറച്ചുകൂടി നല്ല ഡോട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും എന്ന് വാസ്തി ചിന്തിക്കാൻ കാരണം എന്താണ്? വാസ്തി തോട്ട് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട് ബിക്കോസ് സീയിങ് ഹെർ ഡോട്ട് ഡിസ്പ്ലേസ് ഗേവ് ഹെർ കോൺഫിഡൻസ്. അതായത് അവളുടെ ഡോട്ട് ടീച്ചർ അവിടെ ഹാങ് ചെയ്തു അല്ലേ, അത് അവൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ്തി ആസ്ക് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ വൈ? വാസ്തി ആ ബോയിനോട് പിക്ചറിൽ സൈൻ ചെയ്യാൻ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വാസ്തി ആസ്ക് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ജസ്റ്റ് ആസ് ഹെർ ടീച്ചർ ഹാഡ് എൻകറേജ് ഹെർ. അതായത് വാസ്തിയെ അവളുടെ ടീച്ചർ എങ്ങനെയാണ് എൻകറേജ് ചെയ്തത്, അതേപോലെ ആ ബോയിയെയും പ്രോത്സാഹിപ്പിക്കാനാണ് വാസ്തി അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഡു ദ ബോയ് ഡു നെക്സ്റ്റ്? പിന്നീട് എന്തായിരിക്കും ആ ബോയ് ചെയ്തിട്ടുണ്ടാവുക? ദ ബോയ് വിൽ ഫീൽ മോർ കോൺഫിഡൻസ് ആൻഡ് മൈറ്റ് സ്റ്റാർട്ട് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡ്രോയിങ് മോർ ലൈൻസ് ആൻഡ് ഷേപ്പ്. അതായത് ആ ബോയ്ക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും, കൂടുതൽ ലൈൻസും കൂടുതൽ ഷേപ്പും വരച്ച് ട്രൈ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ആക്ടിവിറ്റി, സം ഓഫ് ദ ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. ഒരു കഥയിലെ ചില സന്ദർഭങ്ങളാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഒരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റോറി എഴുതുമ്പോൾ ആ സ്റ്റോറിക്ക് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണം. എ ലയൺ ആൻഡ് എ മൗസ്. One day a lion was walking in the jungle and he saw a mouse falling into a pit. Fearing the lion, the mouse said, "Don't do anything to me, save me." The lion asked, "What will I get if I save you?" Mouse says, "Please save me." Seeing the sadness of the mouse, the lion felt sad and saved the mouse from the pit. The mouse thanked the lion and happily went into the forest. After some days, the lion caught in a net. The mouse cut the net with teeth. The lion was free. He thanked the mouse. Moral: do good, have good. അപ്പോൾ ഇതേപോലെ കൂട്ടുകാർ നല്ലൊരു കഥ എഴുതി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.